ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐഫോണും അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് എങ്ങനെ ഇന്റർനെറ്റ് ടെതർ ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസിനകത്ത് വളരെ എളുപ്പമാണ് ടെതർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ടെതർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഐഫോൺ വാങ്ങുന്ന സമയത്ത് സി കേബിളാണ് നമുക്ക് ചാർജറായിട്ട് കിട്ടുന്നത്, USB കേബിളല്ല കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് വാങ്ങുക. പഴയ മോഡലൊക്കെ ആണെങ്കിൽ സാധാ ഡാറ്റ കേബിൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ വാങ്ങാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ പോയിട്ട് ഏറ്റവും കുറഞ്ഞ കേബിൾ വാങ്ങരുത്. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കേബിൾ അവരടുത്ത് പറഞ്ഞ് വാങ്ങണം, ഇതാണ് ആവശ്യം എന്ന് പറയണം. അപ്പോൾ ഏകദേശം 200 രൂപയ്ക്കുള്ള കേബിളൊക്കെ നല്ല കേബിളായിരിക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അതിൽ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് ടെതർ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇത്രയും കേബിളും ഈ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചതിന് ശേഷം വേണം ഈ വീഡിയോ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉണ്ടെങ്കിൽ, ഡിവൈസുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇൻ്റർനെറ്റ് ടെതർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ളത്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നെറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ സെർച്ച് എന്നുള്ള സ്ഥലത്ത് ഐടൂൺ ഫോർ വിൻഡോസ് എന്നുള്ളത് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇവിടെ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള വെർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഇതിൽ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ഏത് വിൻഡോസിൻ്റെ ഏത് ഇതിലായിരുന്നാലും കറക്റ്റായി കിട്ടും. നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം ഇവിടെ ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷനിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഫയലിനകത്ത് കയറിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. റൺ ടു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ആകും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ആ ഓപ്ഷൻ ഇവിടെ കാണിക്കാത്തത്. ഞാൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ നെറ്റ് ഞാൻ കണക്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഐഫോണാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ സിസ്റ്റമായിട്ടുള്ളൊരു ബന്ധപ്പെട്ടതാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ എടുക്കുക. ഓക്കെ എടുത്തതിന് ശേഷം ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് കയറുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്തേക്കുന്നതുകൊണ്ട് ആ അക്കൗണ്ടിനകത്ത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അക്കൗണ്ട് പാസ്വേഡും ID ആണ് കൊടുത്തേക്കുന്നത്, അതായത് ആപ്പിൾ ID പാസ്വേഡും. നമ്മൾ ഫോണിനകത്ത് ആപ്പ് സ്റ്റോറിനകത്ത് വെച്ചേക്കുന്ന ആപ്പിൾ ID പാസ്വേഡും കറക്റ്റായി ഇവിടെ കൊടുക്കുക. ആദ്യം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതെല്ലാം കാണിക്കും. അപ്പോൾ ലോഗിൻ ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഇൻ്റർനെറ്റ്, അതായത് നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കാണിക്കും. എത്ര GB ഫോണാണെന്നുള്ളത് കാണിക്കും. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഐഫോണിനകത്ത്, അതായത് നമ്മുടെ ഫോണിനകത്ത് പോവുക. കേബിൾ കണക്ട് ചെയ്തിട്ട് സിസ്റ്റമായിട്ട് നമ്മൾ കേബിളും മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണിനകത്ത് പോവുക. അതവിടെ റൈറ്റ് സൈഡിൽ ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് അത് ഇൻ്റർനെറ്റ് കാണിക്കുന്നതാണ്. എൻ്റെ ഐഫോൺ അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന എൻ്റെ തെളിവാണ് അതിനെ കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നേരെ നമുക്ക് മൊബൈലിനകത്തോട്ട് പോകാം. നമ്മുടെ ഐഫോൺ ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിനകത്ത് പോയതിനു ശേഷം ഇവിടെ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഓഫ് ആണെങ്കിൽ, ഫോണിൽ ഇൻ്റർനെറ്റ് ഓഫ് ആണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഓൺ ചെയ്തതിന് ശേഷം പേഴ്സണൽ ഹോട്ട്സ്പോട്ടിനകത്ത് കയറുക. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാൻ സാധിക്കും അലോ ഓതേഴ്സ് ടു ജോയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ പാസ്വേഡ് വേണമെങ്കിൽ പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എൻ്റെ പാസ്വേഡ് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നെറ്റ് നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ എന്നിട്ടും കണക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഐടൂണിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മിനിമൈസ് ചെയ്ത് ഇട്ടിരുന്നാൽ മതി. ചിലപ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കണക്റ്റ് ആയിക്കോളും. ആദ്യം നമ്മൾ ഒരു പ്രാവശ്യം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിൻഡോസ് എന്നുള്ള സെർച്ചിൻ്റെ ഭാഗത്ത് പോയിട്ട് വിൻഡോസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നുള്ളത് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാനുള്ളൊരു സംഭവം അവിടെ കാണും. അപ്പോൾ അതിനകത്ത് ചെറിയ ഡ്രൈവുകളൊക്കെ എന്തെങ്കിലുമൊക്കെ എററായിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നെറ്റ് കണക്ട് ചെയ്തിരുന്നാൽ മതി. അപ്പോഴത്തേക്ക് അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രശ്നം പരിഹരിച്ചോളൂ. റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം അതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.